വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അധികം എരിവില്ലാതെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി മുട്ടക്കറി റെസിപ്പിയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ടും ഇൻഗ്രീഡിയൻസ് കൊണ്ടും വളരെ എളുപ്പത്തിൽ രുചിയോടുകൂടി ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് മുട്ട 5 എണ്ണം, സവോള 2 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, പച്ചമുളക് 6 എണ്ണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണേ. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത് കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്തത്, തക്കാളി 1 മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞെടുത്തത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ. ഉപ്പ് പാകത്തിന്, ഗരം മസാല 1 ടീസ്പൂൺ, കറിവേപ്പില, തേങ്ങാപ്പാൽ 1 പാൽ 1 കപ്പ്, 2 പാൽ 1 കപ്പ്. ഫസ്റ്റ് നമുക്ക് മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുട്ട നമുക്ക് വേവിക്കാനായി മാറ്റി വെക്കാം. 2 വിസിലാകുമ്പോഴേക്കും മുട്ട റെഡി. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കറിക്ക് ആവശ്യമായ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിൽ ഇച്ചിരി കടുകിട്ട ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കുക. സവോള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. തുടർന്ന് നല്ലോണം സോട്ട് ചെയ്യുക. ഇവ നല്ലോണം യോജിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോളയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി വെന്തുടഞ്ഞു വരുന്നത് വരെ ഇവ നല്ലോണം മിക്സ് ചെയ്യുക. ഇതിനോടൊപ്പം കറിവേപ്പില കൂടി ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളിയും സവാളയും നല്ലോണം വെന്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ഇതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി തുടങ്ങിയവ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തുടർന്ന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 പാൽ ഇതിലേക്ക് ഒഴിച്ച് ഇവ നല്ലോണം യോജിപ്പിച്ചെടുത്ത് ഇവ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം ഫ്ലെയിം നമുക്ക് മീഡിയം ടു ലോ ലെവലിൽ കീപ്പ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് നേരം ചെറുതീയിൽ ഇവ നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഞാനിവിടെ മുട്ട 2ആയി കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കറിയുടെ ഒരു ഫ്ലേവർ മുട്ടയിൽ നല്ലോണം പിടിക്കും. തുടർന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം മുട്ട ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. ചെറുതായി തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുക. കറിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ആയതിനു ശേഷം ചൂടപ്പത്തോടൊപ്പം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം മാത്രമല്ല കേട്ടോ, ഇടിയപ്പം, പൊറോട്ട, ദോശ തുടങ്ങിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവത്തോടൊപ്പം കോമ്പിനേഷൻ ഡിഷായിട്ട് യൂസ് ചെയ്യാം. കറിക്ക് എരിവ് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്താൽ മതി. എത്ര സിമ്പിൾ ആയിട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കിയതെന്ന് കണ്ടോ. അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണിത്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും ലീവിന് നാട്ടിൽ വന്ന പപ്പയ്ക്കും ഇത് ഏറെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടമാകും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കാം. So stay tuned for another video. It's your Honeybee. Just do like, share and subscribe.